കടൽക്ഷോഭം രൂക്ഷമായ എറണാകുളം നായരമ്പലത്ത് പല വീടുകളും വെള്ളത്തിലാണ്. വേലിയേറ്റം കൂടി വന്നാൽ വീടുകളുടെ അകത്തേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. നായരമ്പലത്ത് നിന്ന് സൈഫുനിസ അലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. തീരപ്രദേശത്തോട് ചേർന്നുള്ള മേഖലകളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. ഈ കടൽ കയറ്റവും വേലിയേറ്റവും കാരണം കടൽക്ഷോഭവും മൂലം ഈ ഭാഗത്തെ വീടുകളിലെല്ലാം തന്നെ വെള്ളക്കെട്ടാണ്. ഇത് നായരമ്പലത്തുള്ള ഒരു വീടിന്റെ അവസ്ഥയാണ്. വീട്ടിൽ ഇപ്പോൾ വേലിയേറ്റം തുടങ്ങുന്നേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷമാണ് വേലിയേറ്റം രൂക്ഷമാവുകയുള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ വീട്ടിലെല്ലാം തന്നെ ഇതിന്റെ ചുറ്റോട് ചുറ്റും വെള്ളമാണ്. നമുക്ക് വീട്ടിലുള്ളവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു അവസ്ഥയിലാണുള്ളത്. ചേച്ചി, എല്ലാ ദിവസവും ഇത് തന്നെയാണോ അവസ്ഥ? എല്ലാ ദിവസവും ഇത് തന്നെയാണ്. ഈ മഴ തുടങ്ങിയിട്ട് പിന്നെ ഇത് തന്നെയാണ് അവസ്ഥ. എന്ത് ചെയ്യാനാണ്? ഈ അകത്തേക്കൊക്കെ വെള്ളം കയറില്ലേ കുറച്ച് കഴിഞ്ഞാൽ? കയറും. എല്ലാം മിക്ക വീടുകളിലും കയറും. പിന്നെ നല്ല പൊക്കമുള്ള തറക്ക് പൊക്കമുള്ളവരൊക്കെ കുഴപ്പമില്ല. എന്നാലും ഈ വേലിയേറ്റം വരുമ്പോ വീടുകളിൽ വെള്ളം വരും വെള്ളം കയറും. ഇപ്പൊ എത്ര ദിവസമായി ഇങ്ങനെ വെള്ളക്കെട്ട്? ഇതിപ്പോ ഒരാഴ്ച കൂടുതലായി. ഇപ്പൊ ആ മഴ തുടങ്ങിയിട്ടില്ല, പിന്നെ രക്ഷയില്ല. ഇത് തന്നെ എങ്ങനെയാണെന്നും കടയിൽ പോകാൻ പറ്റണില്ല. നമുക്ക് പലചരക്ക് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കണോ, ആ പോണ വഴിയിൽ നിറച്ചും വെള്ളമാണ്. ഇത്രയും മുട്ടിനൊപ്പം വെള്ളം ഉണ്ടാവും. ഇപ്പം പോകുമ്പോൾ കാണാം ആ വഴിയിൽ. ഇവിടുന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടുന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള സാധനം വാങ്ങിക്കണ്ടേ. വീടിന്റെ അകത്തുനിന്ന് വെള്ളത്തിലേക്ക് എടുത്തു വെക്കുന്നതല്ല, വീടിനകത്ത് പോലും വെള്ളം കയറുന്ന അവസ്ഥയാണ്. ഈ ഭാഗത്ത് ഉള്ള വീടുകളുടെ എല്ലാം തന്നെ സ്ഥിതി സമാനമാണ്. വീടിന്റെ ചുറ്റും വെള്ളമാണ്. ഈ ബാത്റൂമുകൾ പോലും ഈ വെള്ളം കയറിയ ശേഷം ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ചേട്ടാ, ഈ ബാക്കിലേക്കൊക്കെ വെള്ളമാണോ? വെള്ളം ഈ വീടിനകത്തേക്കൊക്കെ എപ്പോഴും വെള്ളം കയറും? വീട്ടിലകത്ത് വെള്ളം കയറാറുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും വീണ്ടും വെള്ളം കയറും അല്ലേ? അത് തന്നെ, ക്ലീൻ ചെയ്യുമ്പോഴേക്കും പിന്നെ വെള്ളം കയറും. ക്ലീൻ ചെയ്യാൻ പറ്റണില്ല. ഈ വലിയ മണൽത്തിട്ടയൊക്കെ ഇവിടെ ഈ കടലിന്റെ ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, പക്ഷെ ഇങ്ങോട്ട് എന്നിട്ടും വെള്ളമൊക്കെ ഈ കടൽക്ഷോഭം വരുമ്പോ വെള്ളം കയറും അല്ലേ? മുമ്പ് കയറാറുണ്ടായിരുന്നു. ഇപ്പൊ വാട പൊക്കിയ പിന്നെ വെള്ളം കയറാറില്ല. വാട പൊക്കിയ പിന്നെ വേലിയേറ്റം വരുമ്പോ കയറും. വരുമ്പോ ഈ എല്ലാം കയറും. ഇപ്പൊ ഈ തോട്ടിലൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഈ എല്ലാ വീടുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഈ ഭാഗത്തൊക്കെ ഉള്ള വീടുകളെല്ലാം തന്നെ ഈ സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഇതാണ്. ഈ വേലിയേറ്റം രൂക്ഷമാകുമ്പോൾ ഈ വീടുകളിലെല്ലാം തന്നെ വെള്ളമാണ്. പക്ഷെ അത് ഇറങ്ങി പോകുന്നില്ല. ഈ മഴ തോരാതെ പെയ്യുമ്പോൾ ഈ വെള്ളം ഇറങ്ങി പോകുന്നുമില്ല. അതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ് ഈ നായരമ്പലത്തുകാരുടെ ആവശ്യവും. ക്യാമറാമാൻ ശ്രേയസിനൊപ്പം സൈഫുനിസ അലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.